ഭാരതീയ ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളിൽ മൂന്നാമത്തേതാണ് കാർത്തിക നക്ഷത്രം. ഇതിനെ സംസ്കൃതത്തിൽ കൃത്തിക എന്ന് വിളിക്കുന്നു. ഈ നക്ഷത്രം മേടം രാശിയിലും ഇടവം രാശിയിലും ഭാഗിച്ചു കിടക്കുന്നു. ഇത് 27 നക്ഷത്രങ്ങളിൽ ഒരു അത്ഭുത പ്രത്യേകതയാണ്. ആകാശത്ത് ഇത് പ്ലെയ്ഡ്സ് എന്ന നക്ഷത്ര സമൂഹമായി കാണപ്പെടുന്നു. 6 ചെറിയ നക്ഷത്രങ്ങൾ ഒരുമിച്ച് കാണാം. ഇവ ഷഡ്ദേവിമാർ. ദേവസേനാപതിയായ കാർത്തികേയൻ അല്ലെങ്കിൽ മുരുകൻ, സുബ്രഹ്മണ്യൻ ഇവരുടെ വളർത്തമ്മമാരാണ്. അതുകൊണ്ടാണ് ഈ നക്ഷത്രത്തിന് കാർത്തിക എന്ന പേര് ലഭിച്ചത്. കാർത്തിക എന്ന വാക്കിന്റെ അർത്ഥം മുറിക്കുന്നവൾ അല്ലെങ്കിൽ ശുദ്ധമാക്കുന്നവൾ എന്നതാണ്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം ഒരു കത്തി അല്ലെങ്കിൽ ജ്വാലയാണ്. അഗ്നിദേവൻ ഈ നക്ഷത്രത്തിന്റെ അതിദേവതയാണ്. അടിസ്ഥാന വിവരങ്ങൾ: നക്ഷത്ര നമ്പർ 3-ാമത്തേത്, രാശി മേടം ഇടവം, അധിപൻ സൂര്യൻ, ദേവത അഗ്നി, ഗണം രാക്ഷസഗണം, ഭൂതം ഭൂമി, ഭാഗ്യവർണം ചുവപ്പ് വെള്ള, ഭാഗ്യസംഖ്യ 1, 3, 9, ഭാഗ്യദിവസം ഞായർ ചൊവ്വ, ഭാഗ്യരത്നം മാണിക്യം, ഭാഗ്യചിഹ്നം ജ്വാല അല്ലെങ്കിൽ കത്തി, പക്ഷി പുല്ല് ചെമ്പരുന്ത് അല്ലെങ്കിൽ വലിയ പുല്ല്, വൃക്ഷം അത്തി. പൗരാണിക കഥ: കാർത്തികേയന്റെ ജനനം. കാർത്തിക നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കഥ ഭഗവാൻ കാർത്തികേയന്റെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താരകാസുരൻ എന്ന മഹാസുരനെ ശിവപുത്രന് മാത്രമേ വധിക്കാൻ കഴിയൂ എന്ന് ബ്രഹ്മദേവൻ വരം കൊടുത്തു. ദേവന്മാർ ഭയന്നു. ശിവപാർവതി വിവാഹം നടന്നു. ശിവന്റെ അഗ്നിസദൃശമായ തേജസ് ഗംഗ ഏറ്റുവാങ്ങി. പിന്നീട് ഷഡ്ദേവിമാർ, 6 കൃത്തിക ദേവിമാർ ഈ ദിവ്യ ശിശുവിനെ വളർത്തി. ആ ശിശുവാണ് കാർത്തികേയൻ. 6 മുഖങ്ങൾ അല്ലെങ്കിൽ ഷൺമുഖൻ, 6 ദേവിമാരുടെ ശക്തി ഏറ്റുവാങ്ങിയ ദേവൻ. ഈ കഥ ഈ നക്ഷത്രത്തിന് ദൈവിക ശക്തി, ധൈര്യം, ശത്രുനാശം എന്നിവ നൽകുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ദേവത അഗ്നിദേവൻ. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്. ഇതിന്റെ ഫലമായി ഈ നക്ഷത്രക്കാർക്ക് ഉൾക്കൊള്ളൽ ശക്തി, കൂടുതൽ ജ്ഞാനദാഹം, അറിവ് നേടാനുള്ള ആഗ്രഹം, ബുദ്ധി, ഉള്ളിലുള്ള അഴുക്ക് അഗ്നി ദഹിപ്പിക്കുന്ന പോലെ ഇവരും അനീതി, നുണ, കപടം ഒക്കെ ദഹിപ്പിക്കും. ഊർജം: ഉള്ളിലൊരു തീ എരിയുന്ന ഊർജം. സ്വഭാവ സവിശേഷതകൾ: ഗുണങ്ങൾ: 1 ധൈര്യം, ഇവരുടെ ഏറ്റവും വലിയ ആഭരണം. കാർത്തിക നക്ഷത്രക്കാർ അതിധൈര്യശാലികളാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഇവർ തളരില്ല. മുന്നിൽ നിന്ന് ഏതൊരു ബുദ്ധിമുട്ടിനെയും നേരിടും. ശക്തമായ ഇച്ഛാശക്തി. ഒരു ലക്ഷ്യം ഉറപ്പിച്ചാൽ അത് നേടുന്നതുവരെ ഇവർ വിശ്രമിക്കില്ല. ഈ ദൃഢനിശ്ചയം ഇവരെ ജീവിതത്തിൽ ഉയർത്തും. നേർവഴി, സത്യസന്ധത. കാർത്തിക നക്ഷത്രക്കാർ വളരെ നേർവഴിക്ക് ജീവിക്കുന്നവരാണ്. നുണ, കപടം, ചതി ഇവ ഇവർക്കിഷ്ടമല്ല. ചിലപ്പോൾ ഇത് കടുത്ത സ്വഭാവമായി തോന്നുന്നു. പക്ഷേ ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം. ഭക്ഷണജ്ഞാനം. അഗ്നിദേവ ബന്ധമുള്ളതിനാൽ ദഹനശക്തി ഉജ്ജ്വലമായിരിക്കും. ഒട്ടുമിക്ക ഭക്ഷണ വ്യഞ്ജനങ്ങളും ഇവർ ദഹിപ്പിക്കും. നേതൃഗുണം. ഈ നക്ഷത്രക്കാർ ജന്മന നേതാക്കന്മാരാണ്. ആളുകൾ ഇവരെ സ്വാഭാവികമായി അനുഗമിക്കും. ആത്മാഭിമാനം. ഇവർക്ക് ആത്മബഹുമാനം ഏറ്റവും പ്രധാനം. അഭിമാനം ക്ഷതപ്പെട്ടാൽ ഇവർ ആർക്കും വഴങ്ങില്ല. ഭൗതിക ശ്രേഷ്ഠത. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു, നക്ഷത്രങ്ങളിൽ ഞാൻ കൃത്തികയാണ്. ഇത് ഈ നക്ഷത്രത്തിന്റെ ആത്മീയ ഉൾക്കൊള്ളലിന് തെളിവ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഞാൻ കാർത്തികയെ പോലെ ആണെന്നാണ്. ഭഗവാന്റെ നക്ഷത്രം കാർത്തികയല്ല, രോഹിണിയാണ്. ദോഷങ്ങൾ. ദേഷ്യം ഏറ്റവും വലിയ ശത്രു. ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ദോഷം ദേഷ്യമാണ്. കോപം വന്നാൽ ഇവർ ആരെ വേണമെങ്കിലും ഉപദ്രവിക്കും, ഭയമോ ഭേദചിന്തയോ ഇല്ലാതെ. അഹങ്കാരം. ആത്മാഭിമാനം ചിലപ്പോൾ അഹങ്കാരമായി മാറും. ഞാൻ ശരി, ബാക്കിയൊക്കെ തെറ്റ് എന്ന ഭാവം ഉണ്ടാവും. ക്ഷമക്കുറവ്. ഇവർ ഫലം ഉടനടി ആഗ്രഹിക്കുന്നവരാണ്. കാത്തിരിക്കാൻ ഇഷ്ടമല്ല. വിമർശന ഭാവം. സ്വഭാവം നേർമ കൂടുതലുള്ളതിനാൽ ഇവർ മറ്റുള്ളവരിൽ ദോഷം കണ്ടെത്തി വിമർശിക്കും. ഇത് ബന്ധങ്ങളെ ബാധിക്കും. ഒറ്റയ്ക്ക് ജീവിക്കൽ. ഇവർക്ക് മറ്റുള്ളവരോട് ആശ്രയിക്കാൻ ഇഷ്ടമില്ല. ഇത് ചിലപ്പോൾ ഒറ്റപ്പെടലിലേക്ക് നയിക്കും.